ശ്രീ ബിജി എബ്രഹാമിലേക്കാണ്. ശ്രീ ബിജി എബ്രഹാം, ഈ വിദഗ്ധരൊക്കെ പറയുന്ന ഒരു വാദമുണ്ട്, ഏറ്റവും ഉയർന്ന പെർഫോമൻസ് ആവശ്യമായ ഫോർമുല 1 റേസിംഗ് കാറുകളിൽ പോലും എഥനോൾ ചേർന്ന ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു വാദഗതി വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ ടൊയോട്ട കിർലോസ്കറിൻ്റെ ഇന്ത്യൻ ചീഫ് വിക്രം ഗുലാത്തിയുടെ വാക്കുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. അദ്ദേഹവും വളരെ കൃത്യമായി ഇതിൽ എല്ലാ വാഹനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുകയാണ്. ARAI എന്ന് പറയുന്ന പഠന റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എല്ലാവിധ പഠനവും കഴിഞ്ഞതിന് ശേഷം ഇത് വാഹനങ്ങൾക്ക് എന്തോ കൃത്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന ഒരു നറേറ്റീവ് വളരെ ബോധപൂർവ്വം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളൊരു പരാതിയും ഉയരുന്നുണ്ട്. പ്രതികരണം. മാഡം, തെരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ ജനങ്ങൾക്ക് നൽകണം. E20 പെട്രോൾ ആണ് നല്ലത്. ഫോർമുല 1 കാറിൽ E20 പെട്രോൾ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ E20 പെട്രോൾ ഉപയോഗിക്കാനായിട്ട് ആളുകൾക്ക് സ്വാതന്ത്ര്യം തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമെങ്കിലും നിങ്ങൾ നൽകണ്ടേ. ഫോർമുല 1 ഓടിക്കേണ്ടവർ അത് ഓടിക്കട്ടെ. ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടുത്തെ പെട്രോൾ പമ്പുകളിൽ ഇപ്പൊ പൂർണ്ണമായിട്ടും E20 പെട്രോൾ മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത് വേണ്ടാത്ത ആളുകൾക്ക് അത് വാങ്ങാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ നൽകണം. മറ്റൊന്ന്, ഇത് വില കുറയ്ക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ. എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളിന് മൈലേജ് കുറവാണല്ലോ. മൈലേജ് കുറവാണെന്നുള്ളത് കേന്ദ്ര ഭരണകൂടം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ പെട്രോളിന് നിലവിലുള്ള വില കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും കേന്ദ്ര ഭരണകൂടം ഒരു നയപരമായ തീരുമാനം എടുക്കണമെന്നുള്ളതാണ് മറ്റൊന്ന്. 84 രൂപയെങ്കിലും പെട്രോളിന് ആക്കേണ്ടതുണ്ട് എന്നാണ് ഇന്ന് കേജ്രിവാൾ ഉൾപ്പെടെ ഉള്ളവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ഇന്ധനത്തിന്റെ, ക്രൂഡ് ഓയിലിന്റെ വില കുറയുമ്പോൾ ആ വിലയുടെ ഗുണം നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക്, ഇന്ധനം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് എന്ന് വാഹനം ഉപയോഗിക്കുന്ന ആളുകള്, വർക്ക്ഷോപ്പ് നടത്തുന്ന ആളുകള്, മെക്കാനിക്കുകൾ ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മോട്ടോർ ബൈക്കുകളുടെ കാർബറേറ്ററുകൾക്ക് നിരന്തരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ മോട്ടോർ ബൈക്ക് മെക്കാനിക്കുകൾ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പണി കൂടുതൽ കിട്ടുമെങ്കിലും എന്നാലും ഞങ്ങൾക്ക് ഇത് സങ്കടമാണ് ഇത് കാണുമ്പോൾ അവര് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, മുൻപ് ഇവിടെ നമ്മുടെ ജയപ്രസാദ് സാർ സൂചിപ്പിച്ചതുപോലെ ബ്രസീലിൽ നിന്നും മറ്റും നമ്മൾ എത്തനോൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് ഇന്ന് വലിയ അളവിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇന്ന് അമേരിക്കയിൽ നിന്നാണ് എത്തനോൾ വലിയൊരു അളവിൽ ഇറക്കുമതി ചെയ്യുന്നുമുണ്ട്. അപ്പൊ ഈ ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദം ഇന്ത്യ പലപ്പോഴും സ്വീകരിക്കുന്നത്, ഇന്ത്യ എന്താണ് അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യമാണോ എന്ന് പോലും ചില ഘട്ടങ്ങളിൽ സംശയം തോന്നുന്നുണ്ട്. മറ്റൊന്ന്, ഇത് കർഷകർക്ക് ഇത് ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എന്റെ അഭിപ്രായം. അതിനകത്ത് പ്രധാനപ്പെട്ട കാരണം ഭക്ഷ്യസുരക്ഷ അടക്കം ഇത് ഭീഷണിയുണ്ടാകുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ അരി വിഹിതവും ധാന്യങ്ങളുടെ വിഹിതം വെട്ടിച്ചുരുക്കിക്കൊണ്ട് FCI ഗോഡൌണിലുള്ള അരിയുടെ ഏതാണ്ട് ഒരു 20% അരി എത്തനോൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ ദാരിദ്ര്യം വലിയൊരു അളവിലുള്ള ഒരു രാജ്യം എന്ന നിലയിൽ ഭക്ഷ്യസുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ജലക്ഷാമവും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നു 1ാം സ്ഥാനത്തുള്ള ചോളത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം എത്തനോൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു ധാരണ. 2ാം സ്ഥാനമേ ഷുഗർ കെയിൻ ഉണ്ടാവുന്നുള്ളൂ, കരിമ്പ് ഉണ്ടാവുന്നുള്ളൂ. 1 ലിറ്റർ ആവശ്യമായ കരിമ്പ് എത്തനോൾ ഉണ്ടാക്കുന്നതിന് ഏതാണ്ട് 2800-ലധികം ലിറ്റർ വെള്ളം ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇത് ഭൂഗർഭ ജലനിരപ്പ് അതിവേഗം താഴാൻ കാരണമാകുന്നുണ്ട് എന്ന്, ഇത് കർഷകരെ ഭാവിയിൽ കടുത്ത ജലക്ഷാമത്തിലേക്ക് തള്ളിവിടും. അപ്പൊ ഇത് കർഷകർക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഗുണം ചെയ്യുന്നതാണോ? സമയക്കുറവുകൊണ്ടാണ് നമുക്കിതൊന്ന് കൺക്ലൂഡ് ചെയ്യാം. വളരെ കൃത്യമായി അദ്ദേഹം വലിയ പ്രസംഗം നടത്തിയല്ലേ, ഞങ്ങൾ പറയുന്നത് കൂടെ കേൾക്കും. മിനിമം സപ്പോർട്ട് പ്രൈസ് കർഷകർക്ക് വാങ്ങാകുന്നില്ല. അവർക്ക് ഒരു മിനിറ്റ് എടുത്ത് അങ്ങേക്ക് പറയാനുള്ളതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമോ രജിൻ? ഈ രണ്ടുപേർ പറഞ്ഞതിൽ നിന്നും വിഭിന്നമായ ഒരു നിലപാടായിരിക്കില്ലല്ലോ എന്തായാലും. വളരെ പെട്ടെന്ന്. നിതിൻ ഗഡ്കരിയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ, അതിപ്പോ സിയാൻ അഗ്രോ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിക്ക് കഴിഞ്ഞ കാലയളവിൽ ഉണ്ടായ ആ ഗ്രോത്ത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അല്ലെ കർഷകരെ ബാധിക്കുന്ന, അല്ലെ കർഷകരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അവരുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നങ്ങൾക്കും ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരാളുകളും നിൽക്കുന്നില്ല. പക്ഷേ ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയും പറയുന്നത് ഈ എത്തനോൾ ഇൻഡസ്ട്രിയിൽ
0.07 മാത്രം കോൺട്രിബ്യൂഷനുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അപ്പുറത്ത് വിലാസ്റാവു ദേശ്മുഖിൻ്റെ കമ്പനികളുണ്ട്, ശരത് പവാറിൻ്റെ കമ്പനികളുണ്ട്, ജയന്ത് പാട്ടീലിൻ്റെ കമ്പനികളുണ്ട്. അവർക്കൊക്കെ കിട്ടുന്ന ലാഭത്തെക്കുറിച്ച് എന്തായാലും തൽക്കാലം പറയുന്നില്ല. നോക്കൂ, കർഷകർ, ഇവിടുത്തെ ആളുകളെയൊക്കെ പട്ടിണിക്കിട്ടുകൊണ്ടാണ് ഈ എഥനോൾ ഉൽപാദനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത് എന്നുള്ള ആരോപണം കൂടി ഇവിടെ ഉയരുകയാണ്. അങ്ങേക്ക് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല നീലിമ, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളരുമ്പോൾ മത്സരാധിഷ്ഠിത സമൂഹത്തിൽ ഉത്തരവാദിത്വവും കെൽപ്പും ഉള്ളവൻ മുന്നോട്ട് പോകും. കോൺഗ്രസ് ഭരിക്കുമ്പോൾ 2014 ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ 11ാം സ്ഥാനത്താണ്. ഇന്ന് അത് 4ാം സ്ഥാനത്തേക്ക് എത്തി, 5 കഴിഞ്ഞ് 4ലേക്ക് കുതിക്കുന്നു. അല്ല സാർ, അല്ല, എന്റെ സഹോദരന്മാരെ, സംസാരിച്ചല്ലോ 1.5 മണിക്കൂറിലും പ്രതിനിധിയിലേക്ക് തന്നെയാണ് പോയത്. നിങ്ങൾ സംസാരിക്കുമ്പോ സാർ ഞാൻ ഒരു അക്ഷരം പറയാറില്ല. വിനോദ് ഓർക്കുന്നോ, നിങ്ങൾ ഈ ചാനലിൽ ചൂണ്ടിക്കാണിച്ച ചാനലിൽ ആദ്യമായി നിങ്ങളും ഞാനും ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ല, നിങ്ങൾ ഒരുപാട് തവണ ഇതേ നയത്തിൽ എന്നെ തടസ്സപ്പെടുത്തി. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അതൊന്ന് എടുത്തു നോക്ക്. ഇത് നിങ്ങളുടെ സ്വഭാവമാണ്. നിങ്ങൾ പറയുമ്പോ ഞാൻ മിണ്ടൂല, ഞാൻ പറയുമ്പോ മിണ്ടാതിരിക്കുക, കേട്ടിരിക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ് വിനോദേ. ആ ചാനലിൽ മാത്രമല്ല ഏതൊരു ചർച്ചയിലും നിങ്ങൾ അനുവർത്തിക്കുന്നതാണ്. നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടില്ല. എന്റെ സുഹൃത്ത് പറഞ്ഞു എന്തോ സമാധാനപരമായ സമരമാണ് എന്ന്. സർ, കോടതിയിൽ സാക്ഷ്യപ്പെടുത്തുന്നു 2873 സ്ഥിരം ക്രിമിനലുകൾ നിങ്ങളുടെ സമരത്തിലുണ്ടായിരുന്നു. ട്രെയിനിന് കല്ലെറിഞ്ഞെന്ന് പറഞ്ഞ ആളാണ് ജയചന്ദ്രൻ മാഷ്. ഫയർ ട്രെയിൻ ബോംബ് എറിഞ്ഞെന്ന് പറഞ്ഞ ആളാണ്.